ഹലോ. അപ്പോഴേ ഇന്ന് കുറച്ച് അയിലമീൻ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എപ്പോഴും ഒരേപോലെ തന്നെയല്ലേ കറി വെക്കണേ, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം വെച്ച് കൊടുക്കാമല്ലോ എന്നോർത്ത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു വാഴയിലേക്ക് അപ്പുറത്ത് പോയി വെട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ, അയിലൊക്കെ കഴുകി വൃത്തിയാക്കി ഇതേപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്ത്. വാഴ തന്നെ വേണമെന്നില്ല കേട്ടോ, കറിക്കലത്തിലൊക്കെ ഇട്ട് ചെയ്യാട്ടെ ഇത്. എന്നിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കറിച്ചട്ടിയിലിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ കുടംപുളി വേണ്ടത് അത് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടെന്ന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും കറി വെച്ചിട്ടുണ്ടാവും നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെക്കണത്. അപ്പോൾ വഴിയെ കാണാം ഇതൊക്കെ അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് തിളപ്പിക്കാനായിട്ട് ഒരടപ്പിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ പാനിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചുമന്നുള്ളിയാണ്, കുറച്ച് അധികം തന്നെ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുമന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അത്ര അധികമായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഒരു തേങ്ങ ഉണ്ടാകും, ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത് കേട്ടോ. വലുതാണെന്ന് അത്ര എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ, പിന്നെ അതേപോലെ ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മീൻ കറിയിൽ കുരുമുളക് പൊടിയൊന്നും മിക്ക ആൾക്കാരും ചേർക്കാറില്ല, പക്ഷേ ഈ ഒരു കറിയിൽ കുറച്ച് തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഒരു തേങ്ങ ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഞാൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. പല സ്റ്റെപ്പായിട്ടാണ് നമ്മളിപ്പോൾ ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത്. കുറച്ച് കടുകും അതേപോലെ ഉലുവയും കൂടി പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ചുമന്നുള്ളിയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതേപോലെ വഴണ്ടി വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ അരപ്പില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പില്ലേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ ഒരു അരപ്പിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. അപ്പം മാത്രമേ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ അരപ്പൊക്കെ അത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തിളക്കാനായിട്ട് വെച്ച് കൊടുത്തേക്കണം ആ വെള്ളവും പുളിയൊക്കെ ഇല്ലേ, അതിലേക്ക് നമ്മുടെ ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കറിച്ചട്ടിയിൽ അരപ്പൊക്കെ ഇട്ട് താളിച്ചതിന് ശേഷം പിന്നെ വെള്ളവും പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ ഒരു കറി വെച്ചെടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടണം. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ നോക്കണം കേട്ടോ, കാരണം ആദ്യമേ തന്നെ നമ്മൾ എന്താണ് മീനിലൊക്കെ ഉപ്പൊക്കെ തേച്ച് വിനാഗിരിയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മീൻ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഉപ്പും വിനാഗിരി ഇട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് നേരം വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചപ്പോൾ ഞാൻ മീനൊക്കെ പിറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴ വെട്ടാൻ പോയപ്പോൾ 2 കഷ്ണം വെട്ടിക്കൊണ്ടെന്ന് പറഞ്ഞാൽ മീൻ മിക്സ് ചെയ്യാനും പിന്നെ ഒരെണ്ണം ഞാൻ എന്തെങ്കിലും മൂടാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ടിട്ട് വാഴ വെച്ച് മൂടിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കറി മോനെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു മീൻ കറി. പിറ്റേ ദിവസത്തേക്ക് ഇരുന്നപ്പോഴേ കൂടുതൽ ടേസ്റ്റാണ്. ഉപ്പും പുളിയൊക്കെ പിടിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ആ വിനാഗിരിയൊക്കെ ഒഴിച്ച് കുഴച്ചത് കൊണ്ടിട്ടില്ലേ, ശരിക്കും ആ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് ആ മീനിലേക്ക് ആഴത്തിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മീൻകറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.